UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നുള്ള CPMന്റെ നേതാവ് AK ബാലൻ്റെ പരാമർശം നാട്ടിൽ വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടിയാണ്. ഇത് BJPയുടെ സ്വരത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എന്താണ് BJP പറയുന്നത്? അതേ സ്വരത്തിലും അതേ ഭാഷയിലാണ് AK ബാലൻ സംസാരിക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടല്ല UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. അന്ന് UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴൊക്കെ ഞങ്ങൾ എടുത്തിട്ടുള്ള നിലപാടുകളും സമീപനങ്ങളും കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ ഈ പ്രചരണം നടത്തുന്നത് BJPക്ക് വേണ്ടിയാണ്. BJPയെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ നിലപാട് ഇപ്പോൾ അവർ സ്വീകരിക്കുന്നത്. BJPയുടെ ഈ സംഘപരിവാറിൻ്റെയും അതേ ഭാഷ AK ബാലൻ സംസാരിക്കുന്നത് മുന്നണിയുടെ നയമാണോ എന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ BJPയും CPMും തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തമാണ്. BJP പറയേണ്ട കാര്യങ്ങൾ CPM പറയുന്നു, CPM പറയേണ്ട കാര്യങ്ങൾ BJP പറയുന്നു. രണ്ടുപേരും പരസ്പര സഹായത്തോടു കൂടി പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഈ പ്രചരണങ്ങളെല്ലാം. ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് UDF ശക്തമായ മുന്നേറ്റം നടത്തും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. മാത്രമല്ല, ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത് CPMനെയാണ്. CPMൻ്റെ 3 പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ ജയിലിലാണ്. അതിൽ തന്നെ പത്മകുമാറിനെതിരെ SIT നൽകിയ റിപ്പോർട്ട് വളരെ ഗൗരവതരമാണ്. ഈ സ്വർണം മുഴുവൻ അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തത് പത്മകുമാറാണ് എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ ഇനിയും പുറത്തു വരും. ഇതിൻ്റെ അന്തർദേശീയ ബന്ധങ്ങൾ പുറത്തു വരണം. അതുകൊണ്ടാണ് കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണം എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ഒരു വിദേശത്തുള്ള വ്യവസായി എന്നോട് പറഞ്ഞ കാര്യങ്ങൾ വളരെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. ആ വിവരങ്ങളാണ് ഞാൻ SITയുടെ മുമ്പിൽ പറഞ്ഞത്. അതിൻ്റെ വിശദാംശങ്ങളാണ് SIT അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്തത്. പക്ഷെ ആ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല. ആ അന്വേഷണം മുന്നോട്ട് പോകാൻ കഴിയാത്തത് SITയുടെ പരിമിതമായ അധികാര പരിധി ഉള്ളതുകൊണ്ടാണ്. അത്തരം കേസുകൾ, പ്രത്യേകിച്ച് അന്താരാഷ്ട്ര മാനമുള്ള കേസുകൾ അന്വേഷിക്കാൻ സംസ്ഥാനത്തെ ഒരു SITക്ക് പരിമിതിയുണ്ട്. അത് അന്വേഷിക്കണമെങ്കിൽ CBI പോലെയുള്ള കേന്ദ്ര ഏജൻസികൾ അനിവാര്യമാണ്. അതും ഇന്നത്തെ കോടതിയുടെ ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ അത് നടക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിലുള്ള അന്തർദേശീയ തലത്തിലുള്ള മാഫിയകൾ, ആൻറ്റിക്സ് സ്മഗ്ലേഴ്സ്, അവരെല്ലാം പുറത്തു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇനിയും ഉണ്ടാകേണ്ടതായിട്ടുള്ളത്. ശബരിമല ഭക്തന്മാരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനേറെ, ശ്രീകോവിലെ മറ്റ് സ്വർണം കൂടി അവിടെ ഒന്ന് കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. അയ്യപ്പ വിഗ്രഹം തന്നെ എങ്ങനെയായിരുന്നെങ്കിൽ അവർ അടിച്ചു മാറ്റിയേനെ. എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് വിഗ്രഹം അവിടെ വെക്കുമായിരുന്നു. ഏതായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടത് കൊണ്ട് അതൊന്നും ഉണ്ടായില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. അതുകൊണ്ട് ഇതിൻ്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളും അന്തർ സംസ്ഥാന ബന്ധങ്ങളും ശരിയായി പുറത്തു വരണമെങ്കിൽ ഒരു CBI അന്വേഷണം ആവശ്യമാണ്. ആ അന്വേഷണത്തിന് കോടതിയുടെ മേൽനോട്ടവും അനിവാര്യമാണ്. അപ്പോൾ ശബരിമലയിൽ നടന്നിട്ടുള്ള എല്ലാ കൊള്ളകൾക്കും നേതൃത്വം കൊടുത്തത് CPMും CPMൻ്റെ നേതാക്കന്മാരായ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുമാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ ചോദിച്ചു, ദൈവത്തെ പോലും വെറുതെ വിടില്ല എന്ന്. അത്ര ഗൗരവതരമായ പരാമർശമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഉണ്ടായത്. ദൈവത്തെ പോലും വെറുതെ വിടില്ലേ
ദൈവത്തിൻ്റെ മുതൽ തന്നെ കട്ടുകൊണ്ടു പോകുന്നു എന്ന ഗൗരവതരമായ പരാമർശം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നടത്തുകയുണ്ടായി. അപ്പോൾ ഇനിയും പുറത്ത് കാര്യങ്ങൾ വരേണ്ടിയിരിക്കുന്നു. ഇവിടെ അന്വേഷണം വമ്പൻ സ്രാവുകളിലേക്ക് എത്തണം. അതെത്താതിരിക്കുന്നത് ദുരൂഹമാണ്. ഇപ്പോൾ പിടിച്ചിട്ടുള്ള ആളുകളെക്കാൾ വലിയ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന ആളുകൾക്ക് വിശ്വാസമുണ്ട്, സംശയമുണ്ട്. ആ സംശയങ്ങൾ ദൂരീകരിക്കാനും ഉത്തരവാദിത്വം SITക്കുണ്ട്. SITക്ക് അതിന് കഴിയുന്നില്ല എങ്കിൽ അത് CBI കോടതിയുടെ മേൽനോട്ടത്തിൽ CBIയുടെ അന്വേഷണം അനിവാര്യമാണ് എന്ന് ഞാൻ ആവർത്തിക്കുകയാണ്. രണ്ട് ദിവസം വയനാട്ടിലെ ബത്തേരിയിൽ നടന്ന കോൺഗ്രസിൻ്റെ ക്യാമ്പ് നല്ല ഉണർവ് ഉണ്ടാക്കിയിട്ടുണ്ട്. 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുവേണ്ടി കോൺഗ്രസ് പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് ക്യാമ്പിൽ ചർച്ച ചെയ്തത്. യോജിപ്പോടുകൂടി എല്ലാവരും പൂർണ്ണ യോജിപ്പോടുകൂടി പ്രവർത്തകരെ മുഴുവൻ സജ്ജരാക്കിക്കൊണ്ടൊരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾക്കാണ് ക്യാമ്പ് നേതൃത്വം കൊടുത്തത്. വളരെ പ്രതീക്ഷാ നിർഭരമായ ഒരവസ്ഥാവിശേഷമാണ് UDFനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഈ 10 വർഷത്തെ ഭരണം മാറണം എന്ന് കേരള ജനത ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഇന്ന് കേരളത്തിൽ നിലവിലുള്ളത്. അതാണ് കഴിഞ്ഞ എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ജയിച്ചത്, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ജയിച്ചത്, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. ഇനിയും വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കും എന്ന പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതായിട്ടില്ല. ഞങ്ങൾ ഉദ്ദേശം വൈകാതെ തന്നെ ഘടകകക്ഷികളുമായിട്ടുള്ള സീറ്റ് ചർച്ചകൾ ആരംഭിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സൈമൾട്ടേനിയസ്ലി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള നടപടികളും ആരംഭിക്കുകയാണ്. 13, 14 തീയതികളിൽ കോൺഗ്രസിൻ്റെ സ്ക്രീനിംഗ് കമ്മിറ്റി കേരളത്തിൽ വരും. പ്രവർത്തകരുമായും നേതാക്കന്മാരുമായും അവരുടെ ചർച്ചകൾ ആരംഭിക്കുന്നതാണ്. വൈകാതെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ക്യാമ്പിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട അഭിപ്രായം. അങ്ങനെയല്ല, പാർട്ടി ആണ് ഇക്കാര്യങ്ങളൊക്കെ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. പാർട്ടി അതിനെപ്പറ്റി ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ആര് എവിടെ നിൽക്കണം എന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ഞങ്ങൾ ക്യാമ്പിൽ തന്നെ തീരുമാനിച്ചു, ആരും സ്വയം സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കരുത് എന്നുള്ള കാര്യം. എല്ലാവരും അത് അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആര് നിൽക്കണം നിൽക്കണ്ട എന്നുള്ളതെല്ലാം പാർട്ടി വളരെ ഗൗരവപൂർവ്വം ആലോചിച്ച് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. കഴിഞ്ഞ കാലത്തെ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായതുപോലെ ഒരു അസ്വാരസ്യവുമില്ലാതെ സ്ഥാനാർത്ഥിയെ പട്ടിക തയ്യാറാക്കിയ ഇത്തവണ ഞങ്ങളത് പ്രഖ്യാപിക്കും. അത് എല്ലാ കാലഘട്ടത്തിലും യുവാക്കൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന സന്ദർഭത്തിൽ 53 ചെറുപ്പക്കാർക്ക് നിയമസഭയിൽ മത്സരിക്കാനുള്ള അവസരം കൊടുത്തു. എല്ലാ കാലഘട്ടങ്ങളിലും നൽകുന്നതാണ്. യുവാക്കൾക്ക്, സ്ത്രീകൾക്ക് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും പരമാവധി അവർക്ക് അവസരങ്ങൾ കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. കഴിഞ്ഞ തവണ ചെയ്ത പോലെ തന്നെ ഇത്തവണയും അതുണ്ടാകും. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, വിന്നബിലിറ്റി, വിജയസാധ്യതയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. വിന്നബിലിറ്റി ആയിരിക്കും ഏറ്റവും വലിയ ക്രൈറ്റീരിയ. ഓരോരുത്തർക്ക് വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.